ചുമ, ജലദോഷം, കടുത്ത പനി. സാധാരണ വൈറൽ പനിയെന്ന് കരുതി തള്ളിക്കളയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ഡൽഹിയിൽ H1N1 കേസുകളിൽ വൻ വർധനയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം ഇതുവരെ 1449 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് കേവലം 229 ആയിരുന്നു. അതായത് മുൻ വർഷത്തെ കേസുകളുടെ എണ്ണത്തിൻ്റെ ഏകദേശം 6 മടങ്ങ് വർധനയാണ് ഇക്കാലം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴക്കാലത്ത് താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇൻഫ്ലുവൻസ കേസുകൾ വർദ്ധിക്കാനുള്ള കാരണമാകുമെന്നാണ് ഡൽഹി എയിംസ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി എന്താണ് H1N1 എന്ന് ചോദിച്ചാൽ, ഇൻഫ്ലുവൻസ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് H1N1. സാധാരണ വൈറൽ പനിയെപ്പോലെ തന്നെ ആയിരിക്കും തുടക്കത്തിലെ ലക്ഷണങ്ങൾ. പനി, ചുമ, തൊണ്ടവേദന, ശരീരവേദന, ശ്വാസതടസ്സം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളായിരിക്കും പ്രകടമാകുന്നത്. ചിലരിൽ രോഗം കൂടുതൽ ഗുരുതരമാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് കരുതേണ്ടത് പ്രമേഹം, ഹൃദയരോഗം, വൃക്ക, കരൾ രോഗങ്ങളുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ എന്നിവരൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്തണം. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് ചോദിച്ചാൽ, രോഗലക്ഷണം കണ്ടു തുടങ്ങിയാൽ രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും വേഗം വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. രോഗലക്ഷണങ്ങൾ കുറയുന്നതുവരെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാതെ സമ്പർക്കപ്പെടാതെ ഇരിക്കാൻ നോക്കുക. വീടുകൾ തന്നെ തുടരുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കുമൊക്കെ മൂടി വയ്ക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് നിരന്തരമായി ഇടയ്ക്കിടയ്ക്ക് കഴുകുക. പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളുള്ളവർ തിരക്കേറിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കി വീട്ടിൽ വിശ്രമിക്കണം. രോഗലക്ഷണങ്ങൾ ഗുരുതരമാവുകയോ ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ ചെയ്താൽ ഉടൻ തന്നെ വൈദ്യസഹായവും തേടണം. കുട്ടികൾ കൈ വൃത്തിയായി കഴുകുന്നത് ഒരു ശീലമാക്കി മാറ്റണം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഇക്കാര്യവും അവരെ പഠിപ്പിക്കുക. ചെയ്യേണ്ടതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളടങ്ങിയ പോസ്റ്ററുകൾ സ്കൂളുകളിലും ടീച്ചർമാർക്ക് പ്രദർശിപ്പിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വായിക്കാൻ ചെറിയ ലഘുലേഖകൾ കൊടുക്കുന്നതും ഉപകാരപ്രദമായിരിക്കും. H1N1 ചികിത്സയ്ക്ക് ഒസൽട്ടാമിവർ പോലുള്ള ആൻറ്റിവൈറൽ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കഴിക്കേണ്ടത്. ഡൽഹിയിലെ കണക്കുകൾ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ചുമയും പനിയും നിസ്സാരമായി കാണേണ്ട സമയമല്ല ഇതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.